നമസ്കാരം. നിങ്ങളുടെ നക്ഷത്രമനുസരിച്ച് നിങ്ങളുടെ സ്വഭാവസവിശേഷതകളും ഭാവിയും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ പിറന്നവരാണോ നിങ്ങൾ? പ്രാജ്ഞോ ധൃതിമാൻ ദക്ഷ എന്ന നിയമപ്രകാരം നിങ്ങൾ പൊതുവെ ബുദ്ധിയുള്ളവരും ധൈര്യശാലികളും സമർത്ഥരുമായിരിക്കും. സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരും കുടുംബത്തിന്റെ നാഥനുമായിരിക്കും. അഭിമാനിയായിരിക്കും എന്നതിൽ സംശയമില്ല. ദ്രവരൂപത്തിലുള്ള ഭക്ഷണത്തിൽ കൂടുതൽ താൽപര്യം കാണിക്കും. മാന്യമായ പെരുമാറ്റം നിങ്ങളുടെ ഒരു പ്രത്യേകതയായിരിക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരെക്കുറിച്ച് ശ്രാന്താത്മാ ചഞ്ചലചിത്തഃ എന്ന് പറയുന്നു. അതുകൊണ്ട് പൊതുവെ ക്ഷീണിച്ച പ്രകൃതവും ഉറപ്പില്ലാത്ത മനസ്സുമുള്ളവരായിരിക്കാം നിങ്ങൾ. എന്നാൽ സഹോദര സ്നേഹവും ബുദ്ധിയും ധൈര്യവും നിങ്ങൾക്ക് കൂടപ്പിറപ്പാണ്. സ്നേഹിതരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരും ദീർഘായുസ്സുള്ളവരുമായിരിക്കും നിങ്ങൾ. കാർത്തിക നക്ഷത്രക്കാരെക്കുറിച്ച് ഭ്രാതൃവിഹീനോ ബലവാൻ എന്നാണ് വചനം. സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണം കുറവായിരിക്കാം, പക്ഷേ നിങ്ങൾ ബലവാനും അതിതേജസ്വിയും സത്യസന്ധനുമായിരിക്കും. ഒന്നിലേറെ വീടുകൾ സ്വന്തമാക്കാനും ധാരാളം സംസാരിക്കാനും നിങ്ങൾക്ക് യോഗമുണ്ട്. രോഹിണി നക്ഷത്രക്കാർ ഊർധ്വാംഗരോഗബഹുലോ എന്ന വചനപ്രകാരം ഇടയ്ക്കിടെ തലവേദനയും മറ്റും അനുഭവിക്കുന്നവരാകാം. നിങ്ങളുടെ സ്വന്തം കൂട്ടായ്മയിൽ നിങ്ങളൊരു നേതാവായിരിക്കും. മുഖത്തും വശങ്ങളിലും പുറത്തും മറുകുകൾ പോലുള്ള അടയാളങ്ങൾ കാണാം. കാപട്യം തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ധനവാനായിരിക്കും നിങ്ങൾ. മകയിരം നക്ഷത്രക്കാർ ചപലോ വിശാലദേഹോ എന്ന വചനപ്രകാരം ചാബല്യമുള്ളവരും വലിയ ശരീരമുള്ളവരുമായിരിക്കും. ചെറുപ്പത്തിൽ ചെറിയ രോഗാരിഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അബദ്ധങ്ങൾ പറ്റാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ശ്രദ്ധ വേണം. ഉത്സാഹിയാണെങ്കിലും ചഞ്ചലമായ മനസ്സും ശത്രുക്കളുമുണ്ടാകും. തിരുവാതിര നക്ഷത്രക്കാരുടെ മനസ്സ് ചലചിത്തഃ ഷഠവാക്യഃ എന്ന വചനപ്രകാരം അസ്ഥിരമായിരിക്കും. വാക്കുകളിൽ കർക്കശ സ്വഭാവം കാണിക്കും. ധാരാളം സംസാരിക്കുന്നവരും അഭിമാനികളും ദീർഘായുസ്സുള്ളവരുമായിരിക്കും. അധികാരികളിൽ നിന്ന് ധനം സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയും. പുണർദം നക്ഷത്രക്കാർ ദാതാ സുഖീ സുശീലോ എന്ന വചനപ്രകാരം ദാനശീലരും സുഖികളുമായിരിക്കും. എന്നാൽ ദുർബുദ്ധിയും ദാഹവും ഇടയ്ക്കിടെ രോഗാരിഷ്ടങ്ങളുമുണ്ടാവാം. എങ്കിലും സന്തോഷം നിങ്ങളുടെ കൂടെയുണ്ടാകും. പൂയം നക്ഷത്രക്കാരെക്കുറിച്ച് തീവ്രക്രോധോമതിമാൻ എന്ന വചനം പറയുന്നു. പൊതുവെ കോപം കൂടുതലായിരിക്കും. എന്നാൽ ബുദ്ധിമാനും ധൈര്യശാലിയും വാഗ്മിയും അനേകം ശാസ്ത്രങ്ങൾ അറിയുന്നവരുമായിരിക്കും. ബന്ധുക്കളെ സഹായിക്കുന്നതിലും ധനവാനും സ്വതന്ത്രനുമായിരിക്കുന്നതിലും നിങ്ങൾ മുൻപന്തിയിലായിരിക്കും. ആയില്യം നക്ഷത്രക്കാർ ക്രൂരശബലോ വാഗ്മി എന്ന വചനപ്രകാരം ആവശ്യമുള്ളപ്പോൾ ക്രൂരസ്വഭാവം കാണിക്കാൻ മടിക്കില്ല. ചാബല്യം, വാഗ്മിത്വം എന്നിവയും നിങ്ങളുടെ പ്രത്യേകതകളാണ്. സ്വന്തം ഗ്രൂപ്പിൽ നേതാവാകാനും അറിവുള്ളവനാകാനും രാജധനം ലഭിക്കാനും സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു ജീവിക്കുന്നവരായിരിക്കും നിങ്ങൾ. മകം നക്ഷത്രക്കാരെക്കുറിച്ച് ജ്ഞാനീ വിനീതശീലഃ എന്ന വചനം പറയുന്നു. അറിവുള്ളവരും വിനയശീലരും ശത്രുത മറക്കാത്തവരുമായിരിക്കും നിങ്ങൾ. ജനങ്ങൾ നിങ്ങളെ സ്തുതിക്കും. ശൗര്യവും സമ്പത്തും സുഖവും ഭക്തിയും നിങ്ങൾക്ക് കൂടപ്പിറപ്പാണ്. പൂരം നക്ഷത്രക്കാർ പ്രിയവാക് ദാദാ നീച്ചോ എന്ന വചനപ്രകാരം നല്ല വാക്കുകൾ പറയുന്നവരും ദാനശീലരുമായിരിക്കും. എന്നാൽ ആവശ്യമുള്ളപ്പോൾ നീചസ്വഭാവം കാണിക്കാനും മടിക്കില്ല. ധാരാളം ചെലവ് ചെയ്യുന്നവരും അനുസരണയുള്ള ഭൃത്യന്മാരുള്ളവരുമായിരിക്കും. പ്രശസ്തനാകാനും അധികാരികൾക്ക് ഇഷ്ടപ്പെട്ടവനാകാനും യോഗമുണ്ട്. പോരാട്ടത്തിനു പേടിയുണ്ടാകാം. ഉത്രം നക്ഷത്രക്കാരെ സ്ത്രീണാമിഷ്ടഃ സുഭഗോ എന്ന വചനപ്രകാരം എതിർലിംഗക്കാർക്കിഷ്ടപ്പെടും. സുഭഗരും സ്വന്തം ഗ്രൂപ്പിൽ നേതാക്കളുമായിരിക്കും. അറിവും അധികാരികളിൽ നിന്ന് പണവും ലഭിക്കും. ഔദാര്യവും സുഖശീലവും വാചാലതയും നിങ്ങളുടെ പ്രത്യേകതകളാണ്. അത്തം നക്ഷത്രക്കാർ കാമീ കുശലോ വാഗ്മി എന്ന വചനപ്രകാരം കാമിയും കൗശലമുള്ളയാളും വാഗ്മിയുമായിരിക്കും. ധനവാനും നാടുവിട്ട് താമസിക്കാൻ സാധ്യതയുമുണ്ട്. യുദ്ധത്തിൽ താൽപ്പര്യമുള്ളവരും അതിനിപുണരുമായിരിക്കും. ശത്രുക്കളെ ഇല്ലാതാക്കാനും നിങ്ങൾക്ക് കഴിയും. ചിത്തിര നക്ഷത്രക്കാർക്ക് ദുഷ്ടസ്ത്രീഷ്ടഃ പാപോ എന്ന വചനപ്രകാരം ചീത്ത വ്യക്തികളിൽ താൽപ്പര്യവും പാപം ചെയ്യാനുള്ള പ്രവണതയും ഉണ്ടാകാം. പല കാര്യങ്ങളിലും ഉത്സാഹിയായിരിക്കും. വിവാദങ്ങളിൽ താൽപ്പര്യം കാണിക്കും. ഭംഗിയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുന്നതിൽ താൽപ്പര്യമുണ്ടാകും. നാടുവിട്ട് താമസിക്കാനും സുഖിയായിരിക്കാനും യോഗമുണ്ട്. ചോതി നക്ഷത്രക്കാർ ദാന്തോ സുഖീ തൃഷാലുഹ എന്ന വചനപ്രകാരം വിനയമുള്ളവരും സുഖികളുമായിരിക്കും. ദാഹം കൂടുതലായിരിക്കും. നല്ല വാക്കുപറയുന്നവരും ധർമ്മിഷ്ഠരുമായിരിക്കും. കടം വാങ്ങുന്ന സ്വഭാവവും ബന്ധുക്കളുമായി ശത്രുതയുമുണ്ടാകാം. ആഡംബരമില്ലാത്ത വേഷമായിരിക്കും നിങ്ങൾക്കിഷ്ടം. വിശാഖം നക്ഷത്രക്കാർക്ക് സെർഷ്യോ ബഹുപ്രലാപി എന്ന വചനപ്രകാരം കോപം കൂടുതലായിരിക്കും. വാചാലതയും നല്ല ജീവിത പങ്കാളിയും മക്കളുമുണ്ടാകും. ധനവും ബുദ്ധിയും ഭക്തിയും ഉണ്ടാകും. ദാനം ചെയ്യാൻ മടിക്കും. കണ്ണിന് ഇടയ്ക്കിടെ സ്വസ്ഥത കുറവുണ്ടാകാം. അനിഴം നക്ഷത്രക്കാർ ക്ഷുതൃഷ്ണാർത്ഥഃ ശോകി എന്ന വചനപ്രകാരം
എപ്പോഴും വിശപ്പും ദാഹവുമുള്ളവരായിരിക്കും. ദുഃഖഭാവവും ദയയുമുണ്ടാകും. ധർമ്മിഷ്ഠരും സുഭകരുമായിരിക്കും. യാത്ര കൂടുതൽ ഇഷ്ടപ്പെടും. നാടുവിട്ടു താമസം വേണ്ടിവരും. തൃക്കേട്ട നക്ഷത്രക്കാർ സന്തുഷ്ടോ ധർമ്മപരോ എന്ന വചനപ്രകാരം പൊതുവെ സന്തുഷ്ടരും ധർമ്മിഷ്ഠരുമായിരിക്കും. മക്കളും സുഹൃത്തുക്കളുമൊത്ത് സന്തോഷമായി കഴിയും. രോഗം അധികം ബാധിക്കില്ല. ബന്ധുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടായേക്കാം. കുടുംബത്തിന്റെ നാഥനായിരിക്കും നിങ്ങൾ. മൂലം നക്ഷത്രക്കാരെക്കുറിച്ച് ജ്ഞാനീ സുഖി ധനാഢ്യോ എന്ന വചനം പറയുന്നു. അറിവുള്ളവരും സുഖമനുഭവിക്കുന്നവരും ധനമുള്ളവരുമായിരിക്കും. രോഗങ്ങൾ ഇടയ്ക്കിടെ വരാം. സൗഭാഗ്യമുണ്ടാകും. മനസ്സിന് ഏകാഗ്രത കുറയും. ഒരു നേതാവാകാനും നിങ്ങൾക്ക് യോഗമുണ്ട്. പൂരാടം നക്ഷത്രക്കാർ ദൃഢസൗഹൃദോ വിനീതോ എന്ന വചനപ്രകാരം ഉറച്ച സൗഹൃദമുള്ളവരും വിനയശീലരുമായിരിക്കും. സ്വജനങ്ങളിൽ നേതൃത്വം ലഭിക്കും. ബുദ്ധിമാന്മാരും ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കുന്നവരുമായിരിക്കും. സുഖവും അധികാരികളിൽ നിന്ന് ബഹുമാനവും ലഭിക്കും. ഉത്രാടം നക്ഷത്രക്കാർ ഹാസ്യപ്രിയോ വിനീതോ എന്ന വചനപ്രകാരം ഹാസ്യം ഇഷ്ടപ്പെടുന്നവരും വിനയമുള്ളവരുമായിരിക്കും. ശത്രുക്കളുണ്ടാവാം. ചെറിയ തോതിൽ ക്ലേശങ്ങൾ അനുഭവിക്കും. ദേശസഞ്ചാരിയും ദയാപരനുമായിരിക്കും നിങ്ങൾ. തിരുവോണം നക്ഷത്രക്കാർ ശ്രുതവാൻ വിദേശവാസി എന്ന വചനപ്രകാരം ശാസ്ത്രജ്ഞാനമുള്ള പ്രശസ്തനാകും. വീട് വിട്ട് യാത്ര വേണ്ടിവരും. ഉത്തമരായ ജീവിത പങ്കാളിയെ ലഭിക്കും. സമ്പത്തുണ്ടാകും. എന്നാൽ ശത്രുക്കളുമുണ്ടാവാം. ധാരാളം ചെലവ് ചെയ്യുന്നവരും സുഖശീലരുമായിരിക്കും നിങ്ങൾ. അവിട്ടം നക്ഷത്രക്കാർ ധനവാൻ നേതാശൂരോ എന്ന വചനപ്രകാരം ധനമുള്ളവരും നേതൃത്വഗുണമുള്ളവരും ശൗര്യമുള്ളവരുമായിരിക്കും. ജീവിത പങ്കാളിയുമായി ഇടയ്ക്ക് ഇഷ്ടക്കുറവുണ്ടാവാം. വിദേശവാസത്തിൽ സന്തോഷമനുഭവപ്പെടും. വാചാലരും നൃത്തം, പാട്ട് എന്നിവയിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും. ചതയം നക്ഷത്രക്കാർ മുഖരോ ധൂർത്തോ വശ്യോ എന്ന വചനപ്രകാരം വാചാലരും പണം അനാവശ്യമായി ചെലവാക്കുന്നവരുമായിരിക്കും. ജനങ്ങൾക്കിഷ്ടപ്പെട്ടയാളായിരിക്കും. നേതാവാകാനും യോഗമുണ്ട്. ചപല സ്വഭാവവും ദയക്കുറവും മായാപ്രയോഗത്തിൽ മിടുക്കുമുണ്ടാകാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർ സ്ത്രീലോലശ്ചലവാസോ എന്ന വചനപ്രകാരം സ്ഥിരമായി ഒരിടത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടില്ല. സ്വഭാവം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സുഖഭോഗങ്ങൾ അനുഭവിക്കും. അധികാരികളിൽ നിന്ന് ധനം ലഭിക്കും. നിസ്സാര കാര്യങ്ങളും ചെയ്യുന്നവരും സ്വന്തം കർമ്മമനുഷ്ഠിക്കുന്നതിൽ നിഷ്ഠയുള്ളവരുമായിരിക്കും. ദീർഘായുസ്സുണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രക്കാർ വക്താ സുഖി പ്രജാവാൻ എന്ന വചനപ്രകാരം വാഗ്മികളും സുഖശീലരുമായിരിക്കും. ശത്രുക്കളെ ജയിക്കും. ധർമ്മശീലരും വിനയമുള്ളവരുമായിരിക്കും. പിശുക്കുണ്ടാവാം. ബലം, സമ്പത്ത് എന്നീ കാര്യങ്ങളിൽ തൽപരനായിരിക്കും. രേവതി നക്ഷത്രക്കാർ സമ്പൂർണാംഗ സുഭഗോ എന്ന വചനപ്രകാരം ശരീരവടിവുള്ളവരും സുഭകരുമായിരിക്കും. അഭിമാനിയും ഗർവിഷ്ഠരുമായിരിക്കും. പ്രതാപിയാണെന്ന തോന്നലുണ്ടാകും. മത്സരശീലവും നിങ്ങളുടെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതൊക്കെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.